ജുമ്മാ ജുമ്മാ ദേ ദേ ജുമ്മാ. കുട്ടി അറിഞ്ഞോ, പ്രൊഫസർക്ക് ഒരു ഉഗ്രം പരിപാടി കിട്ടി. പിന്നെ നല്ലൊരു തുക അഡ്വാൻസ്. വാനിഷിംഗ് ബ്യൂട്ടി കലങ്ങിയതോടെ എല്ലാം അവസാനിച്ചു കരുതിയതാ, പക്ഷെ ഒന്നും അവസാനിച്ചില്ല. കുട്ടി വരുന്നോ? അയ്യോ, പെട്ടി കയറാനല്ല, ആ പരിപാടി പ്രൊഫസർ നിർത്തി. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് ഞങ്ങൾ മാത്രമായിട്ട് കലക്കിക്കോളാം. ഇന്ന് 1-2 ഐറ്റം ഞാനും വീശാൻ പോവാ. അപ്പൊ വന്നിട്ട് കാണാം, സമയമില്ലേ? ചുമ്മാ എല്ലാം റെഡിയാണോ? അല്ലേ, റെഡിയാണ്. ബാക്കി രൂപ ഇന്റർവെല്ലിൽ തരുമല്ലേ? മൈക്ക് ടെസ്റ്റ് ചെയ്തോ? ഇല്ല. എന്നാ ടെസ്റ്റ് ചെയ്യേ. അയ്യോ, ഇവിടെ നിൽക്കാൻ പാടില്ല, എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ. നല്ല ബേസ് പറഞ്ഞോളൂ. സുഹൃത്തുക്കളെ, കലാപ്രേമികളെ, ഹൃദയമധുരമായ ഒരു സായനം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ലോക പ്രശസ്ത മജീഷ്യൻ പ്രൊഫസർ രംഗൂൺ വാലയും സംഘവും അവതരിപ്പിക്കുന്ന മായാജാല പ്രകടനങ്ങൾ ഇതാ ആരംഭിക്കുകയായി. പ്രദർശന അവസാനം വരെ കൊച്ചുകുട്ടികൾ കരയാതെയും ബഹളമുണ്ടാക്കാതെയും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങൾ ആരംഭിക്കുന്നു. പ്രൊഫസർ രംഗൂൺ വാല ദ ഗ്രേറ്റ്, greater than the greatest. ഓഡിയൻസ് ഇല്ല. സാരമില്ല, തുടങ്ങിക്കോളൂ. എല്ലാരും ഒന്ന് കേറിക്കോട്ടെ സാർ. ദയവായി പുറത്തു നിൽക്കുന്ന കാണികൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കണം. പരിപാടി തുടങ്ങി കഴിഞ്ഞു. അതിന് പുറത്താരെങ്കിലും ഉണ്ടെങ്കിലല്ലേ. നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാനുണ്ടല്ലോ കാണാൻ. അയ്യോ, അതെങ്ങനെയാണ് സാർ? ആളുകളുടെ കയ്യടിയും ബഹളം ഉണ്ടായാലും ഞങ്ങൾക്കൊരു ഹരം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടിയാ പോരെ? അത് മാത്രം പോരല്ലോ സാർ. മതി, അത് മതി. മാത്രമല്ല, നിങ്ങളുടെ അധിക നമ്പറുകളൊന്നും ഇവിടെ കാണിക്കണ്ട. ഈ പെട്ടിയിൽ നിന്നും പെണ്ണിനെ പുറത്തുകൊണ്ടിരുന്ന നമ്പറില്ലേ, അതൊന്നും മാത്രം മതി. ഓ, വാനിഷിംഗ് ബ്യൂട്ടി. പേരെനിക്കറിയില്ല. അതെ, വാനിഷിംഗ് ബ്യൂട്ടി. പക്ഷെ ആ പരിപാടി കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ല സാർ ഞങ്ങള്. അതെന്താ? ഞങ്ങളുടെ പെട്ടി പോയി, അതുകൊണ്ട് പെണ്ണിനെയും കൊണ്ടുവന്നില്ല. അയ്യോ, അത് കാണിക്കാതെ ഒക്കുകയല്ലോ. കാണിക്കാൻ നിവൃത്തിയില്ലല്ലോ സാർ. കാണിക്കടാ. അയ്യോ, എന്ത്? ആ പെണ്ണിനെ കാണിക്കാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒക്കുകയല്ല. അന്ന് സ്റ്റേജിൽ വെച്ച് നിങ്ങളുടെ കൂടെ കൂടിയ പെണ്ണ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ ആരെ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല സാർ. കള്ളം പറയുന്നു. പോക്കറ്റിൽ കാണിക്കരുത്. രവി, ഇനിയും ഞങ്ങൾ ഇടിക്കരുതെന്ന് പറയൂ സാർ. ആ പെണ്ണ് അന്ന് ഞങ്ങളുടെ കൂടെ വന്നു എന്നുള്ളത് നേരാ, പക്ഷെ ഞങ്ങൾ കാണാതെ പിറ്റേന്ന് അവൾ എങ്ങോട്ടോ പോവുകയാണ് ഉണ്ടായത്. ഞാൻ അന്വേഷിച്ചു വന്നപ്പോ ഇവൻ അങ്ങനെയല്ലോ പറഞ്ഞത്. അയ്യോ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സത്യം പറയില്ലല്ലടാ സാർ. പ്ലീസ്, എന്റെ മേജിക്കിനാണ് ഞങ്ങൾ പറയുന്നത്, സത്യമാണ്. നിങ്ങൾക്ക് അവളെ നേരത്തെ പരിചയമുണ്ടോടാ? അയ്യോ, ഒരു പരിചയമില്ലേ. അവൾ എങ്ങനെയോ വന്ന് ഞങ്ങളുടെ പെട്ടി കയറി, അതോടെ ഞങ്ങളുടെ മാജിക്കും പൊളിഞ്ഞു. അങ്ങനെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു ചുറ്റുപാടില്ല ഒരാൾ വന്ന് ഈ പരിപാടി ബുക്ക് ചെയ്ത്. അയ്യോ, ഞങ്ങൾ എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയാമോ സാർ? എന്നിട്ടിപ്പോ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? ഞങ്ങളെ മാത്രമേ സാറ് വിശ്വസിക്കാവൂ. ഓക്കെ, ഇനിയിപ്പോ എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടുമുട്ടിയാ നിങ്ങൾ എന്നെ വിവരം അറിയിക്കോ?
നിങ്ങളാണോ സാർ അവളെ കല്യാണം കഴിക്കാൻ പുറം നടക്കുന്ന ആള്? കല്യാണോ? എന്ത് കല്യാണം? നിങ്ങളെ അവക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് സാർ അവളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നത്? ഇത് അവള് പറഞ്ഞു കാണോ? അപ്പോ അവള് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചു. നിങ്ങൾക്കറിയോ, അവള് കാരണം എന്റെ സഹോദരൻ ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിയ. എട്ടും പൊട്ടും തിരിയാത്ത അവനെ അവള് മയക്കിയെടുത്തു. അവന്റെ ബാങ്കിലുണ്ടായിരുന്ന വലിയൊരു തുക മുഴുവൻ കുറേശ്ശെ അവള് തട്ടിയെടുത്തു. പാവം, അവനവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവനെ കെട്ടാമെന്ന് അവള് വാക്കു കൊടുത്തിരുന്ന. ബാങ്കിലെ പണം തീർന്നപ്പോ അവള് കാലുമാറി. പണം പോയതിലല്ല, അവള് നഷ്ടപ്പെട്ടതിൽ അവൻ തകർന്നു പോയത്. നിങ്ങൾക്കറിയാമോ, 4 മാസമായി അവൻ പ്രാന്താശുപത്രിയിൽ ഇരുട്ടറെ കഴിയ. അവിടെ ഒന്ന് കണ്ട രോഗം ഭേദപ്പെടുമെന്ന ഡോക്ടർമാർ പറയുന്നു. ഹോ, ഇത്ര ഭയങ്കരയാണോ അവള്? സംഗതിയുടെ ഗൗരവം ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ഞങ്ങൾ സഹായിക്കാം സാർ. ആണോ? ആ, എങ്കിൽ എന്ത് പ്രതിഫലം വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാ. എന്ത് തന്നെ സാർ? എന്തും. പണമല്ല, എന്റെ സഹോദരനാണ് എനിക്ക് വലുത്. ഈ ഭൂമുഖത്ത് അവള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അവളെ കണ്ടുപിടിച്ച് തരാം സാർ. സാറിന്റെ മേൽവിലാസം തരൂ. ആ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളെ ദ്രോഹിക്കേണ്ടി വന്നതിൽ ഞാൻ മാപ്പി വയ്ക്കുന്നു. ഓ, സാരമില്ല സാർ. ഈ ഒരു മാനസികാവസ്ഥയിൽ സാർ ഇത്രയല്ലേ ചെയ്തോളൂ. അവസാനം പറ്റിക്കരുത്. ഒരിക്കലും ഇല്ല. ഞങ്ങൾ സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ടാ. പോകുന്ന വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാനും ആ കത്തിയെടുത്ത് വരൂലേ? ഇപ്പൊ കേട്ടിട്ട് എന്നെ കൈ ഇങ്ങനെ തരിക്കുന്നു. ഒലക്കട മൂട്. ഒരു കത്തി കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ലെന്ന്. നാടകത്തിലെ പോലെ ഇടത് ഭാഗത്തുനിന്നും വലത് ഭാഗത്തുനിന്നും ഭീകര കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരിക. ഒരു മുന്നറിയിപ്പില്ല, അത് ഇടിയോടിടി. പക്ഷേ ആ ഇടി ഞങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ പോവാന്ന് ഒടുവിലാ ഞങ്ങൾക്ക് മനസ്സിലായത്. അതെ, അത് മനസ്സിലായി കഴിയുമ്പോഴേക്ക് ഇടികൊണ്ട് നല്ലപോലെ ക്ഷീണിച്ചു. പോട്ടെ, ഈ പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്താൽ എത്ര ലക്ഷം ഉറുപ്പ് എത്തും? എത്രയും കിട്ടും. ഒരു മനുഷ്യനെ സമനില തിരിച്ചു കിട്ടുന്ന കേസല്ലേ? പാവം മനുഷ്യൻ, അയാൾ നിലവിളിക്കുക. പേടിക്കണ്ട, അവൾ ഈ സിറ്റിയിൽ എവിടെ വിളിച്ചാലും ഈ കീലേരി വെച്ച് കണ്ടുപിടിക്കും. ആ, എങ്ങനെയെങ്കിലും എന്റെ മാജിക് പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ മതിയായിരുന്നു. അയ്യടാ, മാജിക് തേങ്ങ. ലക്ഷങ്ങൾ കൈ വന്നാ പിന്നെ മാജിക് കളിച്ച് നടക്കാൻ പോകല്ലേ? കുറച്ച് ദിവസം സുഖമായിട്ട് ജീവിക്കുക. അതൊന്നും പറ്റില്ല. മാജിക് താൻ പോടോ. കഴിഞ്ഞിട്ടുള്ള- താൻ പോടോ. അവള് വന്നു പെട്ടത് എന്റെ മാജിക് പറ്റിയില്ല. പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ പെണ്ണ് തന്നെ അമ്മാവന്റെ മോളൊന്നുമല്ലോ. എന്തായാലും കിട്ടുന്നില്ല, പാതി ഞാൻ എടുക്കും. പകുതിയാക്കണ്ട, മുഴുവൻ താനും എടുത്തോ. ആ, നിർത്ത്. അല്ല, ഇതൊക്കെ പൈസ കിട്ടിയിട്ട് പോരെ? ആദ്യം പോയിട്ട് ആ പെണ്ണിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് അച്ഛൻ തീരുമാനിക്കും പൈസ എന്ത് ചെയ്യാന്ന്, കേട്ടോ? അപ്പോ അതാണ് പ്രശ്നം. 1982 ഏപ്രിൽ 12-ാം തീയതി സംഭവം നടക്കും. അതാണ് ഈ രേഖ പറയുന്നത്. ഇത് സത്യം. ഡേ, എണീ, പോ, പോ. ആ, ശരി. ഞങ്ങളൊരു വഴിക്ക് പോവുക. പോകുന്ന സംഗതി നടക്കുവോ ഇല്ലേ? നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലേ വിവരം അറിയാലോ. നടക്കും, സംശയമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടില്ലെങ്കിൽ തെറ്റിയിട്ടില്ല. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അടുത്തോ? നിക്ക് ഇവിടെ ഒന്ന് നോക്കാം. ആ, എന്നാ പോവാ. ഇതിന്റെ ആളാണ് മോളെ? ബെല്ലടിച്ചാ വരും. ഓ, ആ, ഇവിടെ വെളുത്ത് മെലിഞ്ഞിട്ട് ഏതാണ്ട് എന്നെക്കാളും കുറച്ച് പൊക്കണ്ടല്ലേ? അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ? എന്താ പേര്? പേരെന്താന്നൊന്നുമല്ല, ആളെ കണ്ടാലറിയാം. നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്യട്ടെ. ഇവിടെ അങ്ങനെ ആരുമില്ല. അങ്ങനെ ആൾ ഒളിപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ കേറാൻ പറ്റില്ല. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. ഏ, അച്ചോട്ടാ, ആ, വാ. ആ പെണ്ണല്ലേ അത്? ഞാൻ പോയി നോക്കട്ടെ. ഞാൻ പോവാം. അയ്യോ, എന്താ ഇവിടെ വൃത്തിയിൽ കാണിക്കുന്നോ? നിങ്ങൾ ആരാ?
പിടിച്ച് പോലീസിലേൽപ്പിക്കണം. വാ ഇവിടെ. ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ഒന്ന് വിട്ടാത്ത നേരമില്ലാത്തോർത്ത് പോലീസ്. എന്താ സംഭവം? എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യേ, ഈ അമ്മി കൊത്തോണ്ട് നടക്കില്ലേ, അമ്മി കൊത്താണ്ടോ ചോദിച്ചോണ്ട് അതുപോലെ മാജിക് കാണിക്കണോ എന്ന് വിളിച്ച് നടക്ക്. ചേട്ടൻ കൂടെ വന്നിട്ടേ ആ, ഉറക്ക വിളിച്ച് തന്നാ ഞങ്ങൾ നടക്കാം. എനിക്കെന്നിട്ട് ആവശ്യമില്ല. നിങ്ങൾ വീട് ഒഴിഞ്ഞു തന്നാ വേറെ ആണുങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കായിരുന്നു. ചേട്ടാ നന്ദി വേണം നന്ദി. പേടിച്ച് മൂത്രം ഒഴിച്ച് കട്ടിലടിയിൽ ഒളിച്ച ചേട്ടനെ ഒരാണിനെ പോലെ പുറത്തിറങ്ങാൻ സഹായിച്ചതേ ഇത്ര പെട്ടെന്ന് മറക്കരുത്. ആ കത്തിയിപ്പോഴും കീലേരി അച്ഛൻ്റെ കയ്യിലെന്നുള്ള ഓർമ്മ വേണം. ഓ അത് ശരി. അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തുക? ആ ഭീഷണി ഒന്നുമല്ല. ചേട്ടനോട് ഞങ്ങൾ ഇത്രേ ചോദിച്ചുള്ളൂ. പത്രത്തിൽ ചെറിയൊരു പരസ്യം ചെയ്യാൻ ഒരു 50 രൂപ തരാൻ പറ്റുമോ? എന്റെ അടുത്ത് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, തന്നെ വെക്കൂ. പരസ്യം ചെയ്ത പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ പരിപാടി കിട്ടി തുടങ്ങും. കിട്ടുന്നത് മുഴുവൻ ചേട്ടന്റെ കയ്യിൽ കൊണ്ടു തന്നേക്കാം. ഇത് വാക്കാ. എന്റെ കഴുത്തിറങ്ങി പോയില്ലേ. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം. വാ. അല്ല അപ്പഴേ ചേട്ടൻ ചെല്ല്. ഓ. പോ. വാ. എന്നാ കേടാ ഇങ്ങോട്ട് വാ. ഒരു പരസ്യം കൊടുക്കേണ്ടിരുന്നു. ആരാതിന്റെ ആള്? അവിടെ നമസ്കാരം. ആ ഞങ്ങളെ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ. കീലേരി അച്ചുവേട്ടൻ. ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ? ബാക്ക് പേജ് ആണെങ്കിൽ 1,00,000 രൂപ, അകത്താണെങ്കിൽ 60,000 50,000 അങ്ങനെ പോകും. ഓ നമുക്ക് ഫുൾ പേജ് വേണ്ടി വരുമോ? വേണ്ടി വരില്ലേ? താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ. അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ? അല്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് താങ്കളുടെ അഭിപ്രായം കേൾക്കണ്ടേ? ഞാൻ പറയാം. ഓ അപ്പോഴേ തൽക്കാലം ആരും ഒന്നും പറയണ്ട. നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ വന്ന് പറഞ്ഞാൽ മതി. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. വന്ന കസ്റ്റമറെ പിരിച്ചു വിട്ടിട്ടല്ലേ വേറെ ജോലി? നിങ്ങൾ പോണം. സാർ ഫുൾ പേജ് വേണ്ട, അത് പിന്നെ മതി. ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി. ഈ അരയിഞ്ച് 4 ടൈപ്പ് 50 രൂപയ്ക്ക് താഴെ വരുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ കേശവൻ എന്ന് പറയുന്ന ആളുണ്ട്. അയാളോട് പോയി പറയും. ഓ മൂപ്പര് വലിയ പരസ്യത്തിന്റെ ആളായിരിക്കും. ഇവൻ അച്ചോട്ടാ, വരട്ടെ. കണ്ണാടി ദാ പെണ്ണ്. നല്ല പണിയാ കാണിച്ചത്. കാലത്ത് ഒന്ന് ക്ഷമ പറയാന്ന് വെച്ച് അന്വേഷിച്ചപ്പോ ഒന്ന് യാത്ര പോലും പറഞ്ഞില്ലല്ലോ. ഓഹോ ഇവളാണില്ല അവള്. തല്ലിയതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓ അതൊന്നും സാരമില്ല, ഞാൻ പോട്ടെ. അല്ല, അങ്ങനെ പറയരുത്. പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം തന്നേ ഒക്കൂ. അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായി. ഞാൻ നിങ്ങളെ ദ്രോഹിച്ചു, നിങ്ങൾ എന്നെ ശപിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതെ, മനുഷ്യനെ ശിക്ഷിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എങ്കിൽ നിങ്ങളാണ് ദൈവം എന്ന് ഞാൻ കരുതിക്കോളാം. പോരെ? പോരാ, ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് ഒരു കപ്പ് കാപ്പിയെങ്കിലും കുടിക്കാതെ പോകാൻ പറ്റില്ല. അതെ വന്നാട്ടെ. കീലേരി അച്ചുവേട്ടൻ മഹാറൗഡിയ. കൈവിട്ടോളൂ, കുട്ടി വരും. പ്ലീസ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കാപ്പി കുടിക്കാതെ വിടില്ല. എന്നെ തന്നെ ഇങ്ങോട്ട് വാടേ. അച്ചോട്ടാ, ഇവിടെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. ഇവനെന്തെങ്ങനെ നോക്കി പേടിപ്പിക്കണേ? വിട്ടുകളാ. അന്ന് തിരക്കിനിടയിൽ ചോദിക്കാൻ മറന്നു. എന്താ കുട്ടിയുടെ പേര്? സുജാത. ആ അന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പുറകെ നടന്നവനെ പിന്നെ കണ്ടിരുന്നോ? കല്യാണോ? ആ അതെ അതെ, കല്യാണം. അയാളെ പിന്നെ കണ്ടില്ല. അല്ല, കണ്ടാ ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. ആ. അപ്പോ ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. പത്രോഫീസിലാണോ ജോലി? അതെ. ഓ. അല്ല, ഒരാളിനെ കാണാൻ പോയതാ. അല്ല, ഈ ചായക്കാരൻ അവിടെ പോയി കിടക്കണേ. ഇവ ചത്തോ? ഏത് സ്ഥലം? വെള്ളമാരുതില്ലേ? ആ, അത് ശരി. അപ്പോ പ്രതിഫലം അപ്പൊ തന്നെ കിട്ടൂലല്ലേ സാർ? അത് ശരി. ഓ ഓക്കെ. ഇനി ഞാൻ പൊയ്ക്കോട്ടെ? അല്ല, അത് കുട്ടി ആ അമ്പലം വരെ ഒന്ന് വരണം. ഇന്ന് എന്റെ പിറന്നാളാ. ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിട്ട് പോവാ. റംഗൂൺ വാലയോട് കുട്ടിക്ക് ദേഷ്യമില്ല എന്ന് ഒരേ ഒരു വാക്ക്. അതിനെനിക്ക് ദേഷ്യമില്ലല്ലോ. അതൊന്നും പറ്റില്ല. അമ്പലത്തിൽ വന്നിട്ട് പോയാ മതി. എന്തൊരു കഷ്ട ഇത്. എല്ലാ കഷ്ടങ്ങളും നമുക്ക് ദൈവത്തോട് പറയാലോ, അല്ലേ? അതെ, കുട്ടി നടന്നാട്ടെ.
എന്താ സാർ അടിക്കരുത്. ഇത് സംഗതി നിങ്ങൾ പറഞ്ഞ പോലെ കല്യാണം പ്രാന്തൊന്നുമല്ല കേട്ടോ. ആ ജാഫറിന് എനിക്കറിയാം. ഇനി ആ പെണ്ണിന്റെ ശവം നോക്കിയാൽ മതി. പ്രൊഫസർ ചതിച്ചോ? 1 minute, please. ഹലോ. എന്താ ചോട്ടാ എന്താ നിക്ക്, നിക്ക്, പോടാ അവിടുന്ന്. മാറ് ഇങ്ങട്. അയ്യോ, മാറ് അങ്ങോട്ട്.